ഹായ്, എന്തൊക്കെയോ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു യക്ഷിയുടെ കഥ പറഞ്ഞുതരാം. നമ്മുടെ ദക്ഷിണ തിരുവിതാംകൂറിൽ കാഞ്ഞിരക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ അതിസമ്പന്നമായ ഒരു നായർ തറവാട്. ഗോവിന്ദൻ എന്ന് പറയുന്ന അവിവാഹിതനായ ഒരു കാരണവരായിരുന്നു അവിടുത്തെ ഗൃഹനാഥൻ. ഓക്കെ, ആ തറവാട്ടിലെ കാരണവർ. ആൾക്ക് അതിസുന്ദരിയായിട്ടുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു. ചിരുദേവി എന്നാണ് ആളുടെ പേര്. ഈ ചിരുദേവിക്ക് ആ തറവാട്ടിലുള്ള ഒരു ജോലിക്കാരനോട് കലശലായ ഒരു ആഗ്രഹം, പ്രണയം. കുഞ്ഞിരാമൻ എന്നായിരുന്നു ആളുടെ പേര്. ആള് നല്ല കട്ട ജിമ്മൊക്കെ ആയിരുന്നു, നല്ല ഹാൻസം ആയിരുന്നു. സ്വാഭാവികമായിട്ടും ചിരുദേവിക്ക് ഒരു ആഗ്രഹമൊക്കെ തോന്നും. എന്തായാലും കുഞ്ഞിരാമനും ഗോവിന്ദനും വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിലുള്ള സൗഹൃദത്തെക്കാൾ കൂടുതൽ ചിരുദേവിയെ വിഷമിപ്പിച്ചത്, അലോസരപ്പെടുത്തിയത് കുഞ്ഞിരാമൻ്റെ ഭാര്യാസ്നേഹമായിരുന്നു. ആള് മാരീഡായിരുന്നു. അതുകൊണ്ട് തന്നെ ചിരുദേവിയുടെ കാര്യങ്ങളൊന്നും കുഞ്ഞിരാമൻ അങ്ങനെ മൈൻഡ് ചെയ്തില്ല. ആ വീട്ടില് മാഡം അത്ര തന്നെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും കിട്ടിയൊരു അവസരം വെച്ചിട്ട് നമ്മുടെ ചിരുദേവി കുഞ്ഞിരാമൻ്റെ ഭാര്യയെ കൊന്നുകളഞ്ഞു. ഇത് ആളറിയുന്നില്ല. പക്ഷെ ഒരു ദിവസം ഗോവിന്ദൻ തൻ്റെ യാത്രയിൽ കുഞ്ഞിരാമനോട് പറയാണ്, കുഞ്ഞിരാമ, നീ ക്ഷമിക്കണം, നിന്റെ ഭാര്യയെ കൊന്നുകളഞ്ഞത്, ഇല്ലാതാക്കിയത് എൻ്റെ പെങ്ങളാണ്. ഇതൊരു നടുക്കമായിരുന്നു കുഞ്ഞിരാമനെ സൃഷ്ടിച്ചത്. കുഞ്ഞിരാമൻ്റെ ഉള്ളിൽ പക കയറുകയാണ്. അങ്ങനെ ഒരു ദിവസം ചിരുദേവിയുടെ കൂടെ ശയിക്കുന്നതിനിടയിൽ കുഞ്ഞിരാമൻ ചിരുദേവിയെ കൊന്നുകളഞ്ഞു, തീർത്തു. എന്തോ അധികം വൈകാതെ ചിരുദേവി ഒരു യക്ഷിയായി ജന്മം കൊണ്ടു. അങ്ങനെ മോഹന രൂപമൊക്കെ എടുത്തിട്ട് കുഞ്ഞിരാമനെ വീണ്ടും പോയി കാണുകയാണ്, പ്രണയാഭ്യർത്ഥനയായിട്ട്, വിവാഹാഭ്യർത്ഥനയായിട്ട്. കുഞ്ഞിരാമൻ അതും നിരാകരിച്ചു കളഞ്ഞു. ആ ദേഷ്യത്തിൽ കുഞ്ഞിരാമനെ കൊല്ലാൻ വേണ്ടി രൗദ്രഭാവം പൂണ്ട് ഒരു യക്ഷിയായി മാറി അടുത്തപ്പോഴേക്ക് ഗോവിന്ദൻ വരികയും ഗോവിന്ദൻ പറയാണ്, ഇല്ല, 3 ഉപാധികൾ നീ പൊന്നും വിളക്കും തൊട്ട് സത്യം ചെയ്യുകയാണെങ്കിൽ, 3 ഉപാധികൾ സത്യം ചെയ്യുകയാണെങ്കിൽ നിനക്ക് 1 ആണ്ട് കാലം കുഞ്ഞിരാമൻ്റെ കൂടെ കഴിയാം. 1 ആണ്ടെങ്കിൽ 1 ആണ്ട്. യക്ഷി വിചാരിച്ചു, ശരി, ഞാൻ സമ്മതിക്കാം. ഉപാധി ആദ്യത്തെ ഒന്നിതാണ്. 1 ആണ്ട് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രം കിട്ടും, അവിടെ നീ പോയി കുടിയിരിക്കണം. 2ാമത്തത്, ക്ഷേത്രം നശിക്കുകയാണെങ്കിൽ നരസിംഹസ്വാമിയിൽ പോയി നീ അഭയം പ്രാപിക്കണം. 3ാമത്തത്, ഈ ജന്മം മാത്രമല്ല ഇനി വരും ജന്മങ്ങളിലും കുഞ്ഞിരാമൻ എൻ്റെ സുഹൃത്തായി തന്നെ ജനിക്കണം എന്ന് വേണ്ടി നീ അനുഗ്രഹിക്കണം, നീ പ്രാർത്ഥിക്കണം. ഈ 3 ഉപാധികളും അംഗീകരിച്ചുകൊണ്ട് കാഞ്ഞിരോട്ടമ്മ 1 ആണ്ട് കാലം കുഞ്ഞിരാമൻ്റെ കൂടെ ജീവിക്കുകയും അതിനുശേഷം നരസിംഹസ്വാമിയിലേക്ക്, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ തെക്കേടത്ത് നരസിംഹസ്വാമിയിലേക്ക് മോക്ഷം പ്രാപിക്കുകയും ചെയ്തു. ഇന്നും ബി നിലവറയിൽ കാഞ്ഞിരോട്ട് യക്ഷിയമ്മ നരസിംഹസ്വാമി ഉപാസനയോടുകൂടി ജീവിച്ചിരിക്കുന്നു എന്നാണ് ഐതിഹ്യം.